ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പിയാണ്. നല്ല സ്പൈസിയും അതുപോലെ തന്നെ എല്ലാ സ്പൈസസിൻ്റെയും കൂടെ ടേസ്റ്റും നല്ലപോലെ ചേർന്ന് ഒരു നാടൻ അതുപോലെ തന്നെ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ്. ഇതിനായിട്ട് നമ്മൾ ഒരു പാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ നിങ്ങളുടെ ചോയ്സാണ്. സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ വെളിച്ചെണ്ണയോ ഏത് വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ എല്ലാ സ്പൈസസും കൂടെ നമ്മൾ ഈ എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കണം. സ്പൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മൾ പെരിഞ്ചീരകം ഇടുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്രാമ്പു ഒരു 3-4 ഗ്രാമ്പുവേ, അതുപോലെ ഒരു 3 ഏലയ്ക്ക, അതുപോലെ ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 3 ഇഞ്ച് വലിപ്പത്തിലുള്ള ഒരു കറുവപ്പട്ട, അതുപോലെ തന്നെ പച്ചമല്ലി ചേർക്കണം. പച്ചമല്ലി ഒരു 1.5 ടേബിൾ സ്പൂൺ പച്ചമല്ലി, അതുപോലെ തന്നെ 2-3 നമ്മുടെ ഉണക്കമുളക്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേർക്കുന്നത്. ഓക്കെ, ഒന്നുകൂടെ ഞാൻ പറയാം. ഉണക്കമുളക്, മല്ലി, പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കണം. സവാള ചേർത്ത് നമ്മൾ നല്ലതുപോലെ വഴറ്റണം. ഓക്കെ, ഇങ്ങനെ ഒന്ന് വഴറ്റി കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ സവാളയൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. സവാളയുടെ രുചിക്ക് വേണ്ടി ഉപ്പ്. ഓക്കെ, ഈ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ സവാള നമുക്ക് പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും. ഒരുപാട് നേരം ഇളക്കേണ്ട ആവശ്യവുമില്ല. ഓക്കെ, ഇനി നമുക്ക് ഞാൻ ഇതിൻ്റെ പരുവം നിങ്ങൾക്ക് മനസ്സിലായി. ഇതിൻ്റെ ഒന്ന് വഴഞ്ഞിട്ട് ഇതിൻ്റെ കളർ കണ്ടു ചെറുതായിട്ടിങ്ങനെ മാറി ഒന്ന് മൂത്ത് വരണം. ഓക്കെ, ആ പരുവം വരെ നമ്മളത് വഴറ്റിക്കൊണ്ടേയിരിക്കണം. കറക്റ്റ് നല്ല രുചി നമ്മുടെ കറിക്കൊക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ സവാള നല്ലതുപോലെ വഴണ്ടാൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ലൊരു സ്വാദ് കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ കനം കുറച്ച് ഈ നീളത്തിൽ ഇതുപോലെ അരിഞ്ഞ് ചേർക്കണം. ഓക്കെ, അത് നമുക്ക് 1.5 തക്കാളി ചേർക്കാം. തക്കാളിയുടെ രുചി ഒരുപാട് തക്കാളി ചേർക്കേണ്ട, 1.5 തക്കാളി ചേർത്താൽ മതിയാകും. അതും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. കണ്ടോ, ഈ പരുവം വരെ നമ്മൾ വഴറ്റണം, എന്നാൽ മാത്രമേ കറിക്ക് രുചിയുള്ളൂ. ഇപ്പം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റാണ് ചേർത്തത്. ഇത് ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയുടെയും വെളുത്തുള്ളി പേസ്റ്റ്. അത് അതിൻ്റെ നടുക്കോട്ടിട്ട് അതിൻ്റെ പച്ച മണം ഒന്ന് പോകണം, അത്രയും ഒന്ന് മൂപ്പിക്കണം. ഒന്ന് വഴറ്റിയിട്ട് നമ്മൾ ഉള്ളിയുടെയും സവാളയുടെയും കൂടെ ചേർത്ത് നല്ലതുപോലെ നമ്മളങ്ങ് വഴറ്റിയെടുക്കണം. കണ്ടോ, ഇതേപോലെ നമ്മൾ വഴറ്റിയെടുക്കണം. നമ്മുടെ തക്കാളിയൊക്കെ വഴണ്ട് അതിൻ്റെ കൂടെ ചേർത്ത് ഈ അവസരത്തിൽ നമുക്കൊരു എരിക്കനുസരണം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചിക്കൻ മസാല ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നമ്മുടെ ചിക്കൻ മസാലയും ചേർക്കണം. ഓക്കെ, ആദ്യം നമ്മൾ ചേർത്ത കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി എരി കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. കുറച്ച് മതി എന്നുള്ളവർക്ക് 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇത് നല്ലതുപോലെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ വഴറ്റണം. ഓക്കെ, നല്ല കുരുമുളകിൻ്റെയും അതുപോലെ ചിക്കൻ മസാലയുടെയൊക്കെ നല്ലൊരു രുചി വരും. ഓക്കെ, ഇപ്പം നമ്മൾ മസാലയെല്ലാം ഇതിൻ്റെ കൂടെ ചേർത്തേക്കുകയാണ്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നമ്മുടെ വിനെഗർ ചേർക്കാം. അത് നമുക്കിഷ്ടമുള്ള വിനെഗർ, ആപ്പിൾ സിഡർ വിനെഗർ അല്ലെങ്കിൽ പ്ലെയിൻ വൈറ്റ് വിനെഗർ ചേർത്താലും മതി. വിനെഗറും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പം നല്ലപോലെ ഒന്ന് സോഫ്റ്റായി നമ്മുടെ ഇതിനെല്ലാം നല്ലൊരു സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ലപോലെ നമ്മൾ ഇളക്കുക. ഈ അവസരത്തിൽ നമ്മുടെ ചിക്കൻ നമുക്ക് ഇത് കഴുകി വെച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു 2 നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതൊരു 2 ടീസ്പൂൺ ഉപ്പ്, 2.5 ഇത് ഉപ്പ് ചേർത്തു. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ അകത്ത് ചേർക്കുന്നത് ഒരു ചെറിയ ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയെ, അതുപോലെ തന്നെ കുരുമുളക് പൊടി ഇപ്പം ഞാൻ ചേർക്കുന്നത് ജീരകത്തിൻ്റെ പൊടിയാണ്. അതുപോലെ കുരുമുളക് പൊടി അതിൻ്റെ ടേസ്റ്റിനനുസരണം ചേർക്കാം. എരിവ് കൂടുതൽ വേണമെന്നുള്ളത് കൂടുതൽ ചേർക്കാം. ഓക്കെ, ഇപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു ലേശം ജീരകത്തിൻ്റെ പൊടി, പിന്നെ ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് നമ്മുടെ ചിക്കൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പാനിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ചിക്കൻ നമ്മൾ പാനിലേക്ക് ഇടുമ്പോൾ നമ്മൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഒത്തിരി കൂട്ടിയിട്ട് കൊടുക്കില്ല. ഒത്തിരി കൂട്ടി അല്ലെങ്കിൽ ഇത് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ചിക്കൻ നല്ലതുപോലെ ഒന്നും വേവത്തുമില്ല, അതുപോലെ അതിൻ്റെ അത് സ്പേസും കിട്ടത്തില്ല.
അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ടിട്ട് നല്ല സ്ഥലം കൊടുത്ത് നല്ലതുപോലെ അതിൻ്റെ ഒരു ഭാഗം നല്ലതുപോലെ ഒരുപാട് മൂപ്പിക്കേണ്ട, ജസ്റ്റ് അതിൻ്റെ കോട്ടിങ് പരുവത്തിൽ ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി. ഓക്കെ, ഒന്ന് മൂത്ത് കിട്ടുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഒരു 10 അല്ലെങ്കിൽ ഒരു 8 നമ്മുടെ കാഷ്യൂനട്ട് ചൂടുവെള്ളത്തിൽ കൂത്ത് വെക്കുക. അതും പിന്നെ നമ്മളിപ്പോൾ മസാല പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിൽ നിന്നും ഒരു പകുതി അതിൻ്റെ ഈ അരപ്പ്, നമ്മുടെ സവാളയും ടൊമാറ്റോ എല്ലാം കൂടെ ചേർത്ത അരപ്പും ഈ നമ്മുടെ ഈ കുതിർത്ത് വെച്ച കാഷ്യൂനട്ടും കൂടെ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഈ പരുവത്തിൽ ഇതേപോലെ ഇരിക്കണം. ഒത്തിരി കാഷ്യൂനട്ട് അരഞ്ഞു പോകാൻ പാടില്ല. ആ പരുവത്തിൽ അരച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് മൂത്ത് കഴിഞ്ഞു, അത് തിരിച്ചിട്ടു. അപ്പം കറക്റ്റ് മറ്റേ സൈഡ് ഒന്ന് മൂത്ത് കിട്ടണം. ഈ സമയം നമുക്കൊരു ഒരു കടായി നമുക്ക് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഈ ചിക്കൻ വറക്കുന്നതിൽ നിന്ന് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലെടുത്ത് ഈ പാത്രത്തിൽ ഒഴിക്കുക. ഇത് ചൂടായി കഴിയുമ്പോൾ നമ്മുടെ ചിക്കൻ മൂത്തത് നേരെ നമ്മൾ ഈ പാനിലേക്ക് അങ്ങിടുക. വേറെ ടിഷ്യൂ പേപ്പർ വെച്ച് വേറെ പ്ലേറ്റിൽ മാറ്റണ്ട. നമ്മൾ ചിക്കൻ കറി പ്രിപ്പയർ ആക്കാൻ വേണ്ടിയുള്ള പാനിലേക്ക് ഇടുക. അതിലേക്ക് അരപ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നതിൻ്റെ പകുതിയും നമ്മളിപ്പോൾ അരച്ചു വെച്ച കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് പകുതിയും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇതിൻ്റെ കൂടെ ഒരു 1.5 ടേബിൾ സ്പൂൺ 1.5 അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ ഉണക്കമുന്തിരി അരച്ചതിൻ്റെ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടെ നല്ലതുപോലെ നമ്മൾ ഇതേപോലെ കൂട്ടി യോജിപ്പിക്കുക. ഇപ്പം നമ്മുടെ ഒന്ന് മൂപ്പിച്ച് എടുക്കുക. ഇതേ പരുവത്തിൽ നിന്ന് കാഷ്യൂനട്ടൊന്നും ഒത്തിരി അരഞ്ഞു പോയിട്ടില്ല. ആ കാഷ്യൂനട്ടിൻ്റെ ആ പീസസ് നമുക്ക് നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് കപ്പയുടെ കൂടെയോ അതുപോലെ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാം. താങ്ക് യു.